ഒടുവിൽ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് പ്രശാന്ത് സാർ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇതാ ഒരു കത്ത് അയച്ചിരിക്കുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഇന്ത്യ പുനഃപരിശോധിക്കണം, കുറച്ചു ജലം തരണം എന്നുള്ള രീതിയിൽ താണ് കേണ് തൊഴുതു നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാവിയിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ വരാൻ പോകുന്ന ജലപ്രതിസന്ധിയിൽ പാകിസ്ഥാൻ ഭയന്നിരിക്കുന്നു, ഇന്ത്യയുടെ തന്ത്രമേറ്റിരിക്കുന്നു എന്ന് വേണ്ടി കരുതാൻ. അതെ അതെ, പാകിസ്ഥാൻ ഇന്നലെ ഇന്ത്യയുടെ കേണപേക്ഷിച്ചിരിക്കുകയാണ്. അതായത് യുദ്ധം തീർന്നു, അല്ലെങ്കിൽ പരസ്പരം വെടിനിർത്തൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും യാതൊരു രീതിയിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല. വെടിനിർത്തലിന് ശേഷം നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ. 20 ദിവസം പലവട്ടം ചർച്ച ചെയ്ത് കണക്കിന് തിരിച്ചു കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ഒന്നും ചോദിക്കാതെ തിരിച്ചു തരുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മളുടെ കയ്യിൽ ഇരുന്ന പട്ടാളക്കാരനെയും തിരിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തതിന് ശേഷം ആ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തീരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് 3.5 ദിവസത്തെ അല്ലെ 4 ദിവസത്തെ പ്രതിരോധം, നമ്മൾ യുദ്ധം ചെയ്തിട്ടില്ല പാകിസ്ഥാനായിട്ട്. നമ്മൾ പ്രതിരോധിച്ചതിന്റെ പുറത്ത് പാകിസ്ഥാനകത്ത് വന്ന ക്ഷീണം ഏറ്റവും അവസാനം ഇപ്പൊ ചർച്ചയാവുന്ന കരീന ഹിൽസിൽ ആണവീകരണം അല്ലെങ്കിൽ ഒക്കെ നടക്കുന്നു എന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആ ഈ പറയുന്ന വെടിനിർത്തലിന്റെ സമയത്ത് തന്നെ ആരും ചോദിക്കാതെ മോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്: ആയുധങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ യുദ്ധം മാത്രമേ നിർത്തിയിട്ടുള്ളൂ, നയതന്ത്രപരമായിട്ട് ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ പുനരാലോചിക്കുന്ന വിഷയം ഇപ്പോൾ ഇല്ല. അതാണ് മോദി പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ഈ പറയുന്ന സിന്ധു നദീജല കരാറാണ്. 60-ൽ ഉണ്ടാക്കിയ കരാറാണ്. ഒരു IMF ആണെന്ന് തോന്നുന്നു അന്ന് കരാറിന്റെ അകത്ത് ഇടപെട്ട് അത്തരത്തിലൊരു കരാർ ഉണ്ടാക്കിയെടുത്തത്. അതായത് ഈ പറയുന്ന വെള്ളമാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പ്രവിശ്യയിൽ, അതായത് പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലെ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്ന ജലം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ജലമാണ്. അപ്പം അതിനകത്താണ് നമ്മൾ ഒരു രാജ്യവും അന്ന് തന്നെ ലോകത്തെ ഞെട്ടിച്ചതാണ്. കാരണം ലോക നിലവാരത്തിൽ ഉണ്ടാക്കിയ ഒരു കരാർ റദ്ദ് ചെയ്യുന്നതിനെ മോദി ആരോടും ചോദിക്കാതെ അന്ന് തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അന്ന് തന്നെ ഇത്തരത്തിലുള്ള കരാറൊക്കെ അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമോ? ലോകം എല്ലാം കൂടെ ഉണ്ടാക്കിയതല്ലേ, IMF പോലെയുള്ള അടുത്ത് കൂടിയേരും തീരുമാനിച്ചതല്ലേ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജലം പാകിസ്ഥാന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരവസ്ഥ, അല്ല ചോദ്യം ചെയ്യാൻ ഒരു രാജ്യവും വരാത്ത രീതിയാണ് നമ്മൾ കണ്ടത്. ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഈ UN ഉൾപ്പെടെ ഉള്ളിടത്തും അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് പറയാൻ പറ്റുന്ന സംവിധാനങ്ങളിലൊക്കെ ലോകത്ത് പറഞ്ഞപ്പോൾ അതിനകത്തൊന്നും IMF പറഞ്ഞത് അതിനകത്ത് ഞങ്ങൾക്ക് അന്ന് ഇടപെട്ടു, പക്ഷെ ഇപ്പൊ അതിനകത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല, അതിനകത്ത് ഇടപെടാൻ പറ്റുന്ന സാഹചര്യമില്ല, മാത്രമല്ല ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്ന ഒരു അവസ്ഥയില്ല. അപ്പൊ എവിടെ ചെന്ന് പറഞ്ഞതൊക്കെയും മോദിയുടെ തീരുമാനത്തിനകത്ത് അതൊന്ന് പരിശോധിച്ചോണം എന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തും അല്ലെങ്കിൽ മോദിക്കും ഒക്കെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതി വെച്ചിട്ടാവണം ആരും പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പം ഈ പറയുന്നത് പോലെ നമ്മൾ ഒരു കാര്യം പരിശോധിക്കണം, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യ തിരിച്ചടിച്ചു അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വന്നു, ആരുടെയോ കാരണം കൊണ്ട്, ആര് ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിന്റെ പുറകിൽ ഈ പറയുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. കാരണം നമ്മൾ എക്കണോമിക്കലി ഗ്രോത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചൈനയ്ക്ക് പറ്റുന്ന ക്ഷീണത്തെ മറികടന്ന് മാനുഫാക്ചറിങ്ങിലൊക്കെ ഇന്ത്യ ചൈനയെക്കാട്ടിൽ മുന്നേറുന്ന ഒരവസ്ഥ വരുമ്പോൾ ചൈനയെക്കാട്ടി സാമ്പത്തികത്തെ പോലും മറികടക്കുമെന്ന് ചൈനയെ ഉറ്റുനോക്കുമ്പോൾ ലോക രാജ്യങ്ങൾ മൊത്തം ഇന്ത്യയെ ഒരു വിപണിയായിട്ട് ആശ്രയിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള രാജ്യം എന്നുള്ളതാണ് ചൈനയുടെ പ്രശ്നം. അപ്പൊ പണ്ടും ഇന്നും എന്നും എപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാനെ ഒരു പ്രോക്സി ആയിട്ട് ഉപയോഗിച്ച്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രോക്സി ആയിട്ട് ഉപയോഗിച്ച് നമ്മളോട് യുദ്ധം ചെയ്യുന്നതിന്, അതായത് നോക്കുമ്പോൾ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നു, നോക്കുമ്പോൾ പാകിസ്ഥാൻ നമ്മളെ ഉപദ്രവിക്കുന്നു, നോക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകരവാദികളെ ഇന്ത്യയിൽ പറഞ്ഞു. പക്ഷെ അതിന്റെ എല്ലാം പുറകിൽ ഒരുപക്ഷെ പൽഗാം ഭീകരാക്രമണത്തിന്റെ പുറകിലെ ഈ പറയുന്ന ഭീകരരെ
സൃഷ്ടിക്കുന്നതിനും ട്രെയിൻ ചെയ്യുന്നതിനും വേണ്ടി പോലും ചൈന തയ്യാറായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ നമ്മൾക്ക് പോരുന്നു. കാരണം സാറ്റലൈറ്റ് ഫോണുകളൊക്കെ അന്ന് പിടിച്ചെടുത്ത ചൈനയുടെ. അപ്പം ആ സമയത്താണ് ആര് പറഞ്ഞതൊക്കെയും ഈ പറയുന്നത് പോലെ യുദ്ധം തുടങ്ങിയതിന് ശേഷം, തിരിച്ചടി തുടങ്ങിയതിന് ശേഷം തിരിച്ചടി നിർത്തുന്ന ഒരവസ്ഥയ്ക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ട് പല രാജ്യങ്ങളെയും സമീപിച്ചപ്പോൾ അന്നേരവും ആരും ഇടപെടാനില്ലാത്ത സമയത്ത് നേരിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് ഇന്ത്യയെ വിളിക്കുന്ന സംവിധാനം പാകിസ്ഥാൻ ഉണ്ടായി. യുദ്ധം നിർത്തിത്തരണം, ഞങ്ങൾ തോറ്റിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ടമാനം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു, ഞങ്ങൾ ഇനിയും യുദ്ധം തുടരുന്നതിന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് വെടിനിർത്തുന്നത്. ഇതുപോലെ തന്നെ ഇന്ത്യ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ പല രാജ്യങ്ങളോടും പോയി ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു. ഒരുപക്ഷെ US പോലെയുള്ളടത്ത് പോലും പറഞ്ഞു ഞങ്ങളെ ആക്രമിക്കരുത്, ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരു രാജ്യം, ഈ പറയുന്ന യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ചൈന പോലും ഇതിനെ അപലപിക്കുകയാണ് ഉണ്ടായത്. അന്നും ആരും ഇന്ത്യയുടെ യുദ്ധം ചെയ്യണ്ട, ഇന്ത്യയുടെ നീക്കം പുനർപരിശോധിക്കണം, അല്ലെങ്കിൽ ചർച്ച ചെയ്തേ മതിയാകൂ എന്ന് അമേരിക്ക പോലെയുള്ള ലോകരാജ്യങ്ങൾ, പല രാജ്യത്തോടും അമേരിക്ക ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയാറുണ്ടല്ലോ, അത് പറ്റത്തില്ല, യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ ഒരു രാജ്യവും അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധം ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. യുദ്ധം തുടങ്ങിയതിന് ശേഷം തകർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ പല ലോകരാജ്യങ്ങളെയും സമീപിച്ചപ്പോൾ ആരും ഇടപെടാനുണ്ടായിരുന്നില്ല. ആ കാര്യവും നേരിട്ട് വിളിച്ചിട്ട്, അറിയാമല്ലോ, അയ്യോ രക്ഷിക്കണേ എന്നുള്ള വിളിച്ച് പറയിച്ച് അത് ബോധ്യപ്പെടുത്തി യുദ്ധം നിർത്തുന്ന ഒരവസ്ഥയാണ്. അന്നേരവും മോദി പറഞ്ഞു ഇനിയും നയതന്ത്ര തലത്തിൽ എടുത്ത ഒരു ലെറ്റർ പോലും അവിടുന്ന് അയച്ചാൽ ഇവിടെ കിട്ടണ്ടെന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്കുള്ള, ആ രീതിയിൽ പോലും നമുക്കൊരു വ്യാപാരം വേണ്ട, അവനൊരു കത്ത് അയച്ചാൽ പോലും ഇവിടെ കിട്ടണ്ട, അവനുമായിട്ട് യാതൊരു സംവിധാനം വേണ്ട, വെള്ളവും രക്തവും കൂടി ഒരുമിച്ചൊഴുകുന്ന അവസ്ഥയില്ലെന്ന് വീണ്ടും മോദി ആവർത്തിക്കുമ്പോൾ ഈ പറയുന്ന പാകിസ്ഥാൻ മരുഭൂമിയാകുന്ന ഒരവസ്ഥ, ഇവിടെ പലരും ആശങ്കപ്പെട്ടു. എങ്ങനെ തടയും വെള്ളം, എങ്ങനെ നടത്തും, ഇതൊക്കെ ചുമ്മാതെ മോദിയുടെ, നമ്മുടെ ചന്ദീപ് വാര്യർ എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ടില്ല, ഇത് മോദിയുടെ ഒരു ഗിമിക്കാണ്, അത് നടത്തി തരുമ്പോൾ മോദിയെ ഞാൻ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂറ വരെ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്താണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ കത്ത് കൊടുത്തിരിക്കുന്നു, മോദി ഈ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ വെള്ളം കിട്ടാതെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ മരുഭൂമി ആയിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ സാധാരണ ജനങ്ങൾക്ക് മാർഗമില്ലാതിരിക്കുന്നു, പുനർപരിശോധിക്കണം, ഞങ്ങൾക്ക് വെള്ളം തരണം എന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാനിലെ ആൾക്കാർ മോദിയോട് പോയി പറയാൻ ഈ പറഞ്ഞ ഭരണാധികാരികളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാതകം മോദിയോട് പോയി പറയാൻ അവിടുത്തെ സാധാരണക്കാർ, ദാഹിക്കുന്നവർ വെള്ളത്തിന് വേണ്ടി പറയുമ്പോൾ, നേരത്തെ ഇവിടെ പൽഗാം ഭീകരാക്രമണ സമയത്ത് ഈ പറയുന്ന 10-26 പേരെ കൊന്നു തള്ളിയപ്പോൾ അതിനകത്ത് സ്ത്രീയും പുരുഷനും കുടുംബമായിട്ട് വന്നപ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി ആ വീടിന്റെ നാഥനായിട്ടുള്ളവരുടെ തലയ്ക്ക് വെടിവെച്ചപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഭർത്താവിനെ വെടിവെച്ചപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, കർണാടകക്കാരിയാണെന്ന് തോന്നുന്നു, അവര് പറഞ്ഞു എന്നെയും കൂടെ കൊന്നുകളയാം. അന്നേരമാണ് ആ ഭീകരൻ പറഞ്ഞത് നിന്നെ കൊല്ലത്തില്ല, നീ അനുഭവിക്കണം, നീ നിന്റെ മോദിയോട് പോയി പറയാൻ. മോദിയോട് പോയി പറഞ്ഞു. ആ സ്ത്രീ, അല്ലെങ്കിൽ ലോകം കേട്ടു മോദിയോട് പോയി പറയാൻ. മോദിയോട് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് പാകിസ്ഥാനും ഇപ്പൊ ലോകത്തിനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് മോദിയോട് പറഞ്ഞാലേ എല്ലാം നടക്കത്തുള്ളൂ, എന്തും നടക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പാകിസ്ഥാന് മനസ്സിലാകുന്നു. പാകിസ്ഥാൻ അകത്തെ ആഭ്യന്തര വിഷയത്തിനകത്തും പാകിസ്ഥാന് യുദ്ധത്തിൽ കൂടി നടന്ന സാമ്പത്തിക നഷ്ടത്തിനകത്തും, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടും ആ രാജ്യം നശിച്ചതിനകത്തും ഒക്കെ റിക്കവറിക്ക് വേണ്ടി, അല്ലെങ്കിൽ പുനർസൃഷ്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ IMF കൊടുത്ത പൈസ പോലും അവിടുത്തെ ഭീകരവാദികളുടെ ഒക്കെ യുദ്ധത്തിൽ മരിച്ച ഭീകരവാദികൾക്ക് കൊടുക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ, അതായത് ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് മുക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ അവർ ആ രാജ്യത്തെ പിടിച്ചു നിർത്തുമ്പോൾ ആ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പക്ഷേ ഭീകരവാദികളുടെ പോലും പറച്ചിൽ ഇതിന്റെ പുറകിൽ ഉണ്ടാവാം. വെള്ളം കുടിക്കാൻ മാർഗമില്ല. ഇപ്പൊ ആകപ്പാടെയുള്ള എക്കണോമിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കൃഷിയാണ്, അല്ലെങ്കിൽ GDP കുറച്ചെങ്കിലും ഏറ്റവും താഴ്ന്ന നിലയിലാണെങ്കിൽ നിലനിർത്തിയിരിക്കുന്നതും, അല്ലെങ്കിൽ സാധാരണക്കാരൻ ആ പട്ടിണിയിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരിക്കുന്നതും, സ്വന്തം കൃഷിയിടത്ത് വിളയിച്ചെടുക്കുന്ന
ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് അതിന് പോലും സാധിക്കാത്ത ഒരവസ്ഥ. അതായത് ആഭ്യന്തര കലഹം വളരെ പെട്ടെന്ന് തന്നെ ആ രാജ്യത്ത് സാധാരണക്കാരൻ ആ രാജ്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, എന്തിന് നിങ്ങൾ ഭീകരപ്രവർത്തനം ഇന്ത്യ മഹാരാജ്യത്തോട് ചെയ്തു, അല്ലെങ്കിൽ എന്തിന് ഇത്തരത്തിൽ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചത്, ഞങ്ങളുടെ കൃഷി നശിക്കുന്നു, ഞങ്ങളുടെ കന്നുകാലികൾ നശിക്കുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു, ആ രീതിയിലേക്ക് കാര്യങ്ങൾ അവിടെ ഉരുത്തിരിയുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഏതായാലും മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി ഒരു ചർച്ച ഒരു കാര്യത്തിലുമില്ല, ആ ചർച്ച POK എന്ന് പറയുന്ന പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കും. ആ രീതിയിലേക്കുള്ള ഒരു ചർച്ച പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ച നമുക്ക്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരവും കഴിഞ്ഞ ദിവസം നമ്മൾ മോദിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ കണ്ടതാണ്. അതായത് ഒരു പക്ഷേ ഈ സിന്ധു നദീജല കരാർ പുനർപരിശോധിക്കണമെങ്കിൽ ഇന്ത്യക്ക് അവകാശപ്പെട്ട പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് പാകിസ്ഥാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാഗമായിട്ടുള്ള POK വിട്ടുതരുന്ന രീതിയിലേക്കുള്ള ഒരു സംസാരമായിട്ട് നാളെ കാലത്തെ പാകിസ്ഥാൻ വരുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ പാകിസ്ഥാന് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളം കുടിക്കാനില്ലാതെ അവിടുത്തെ സാധാരണ ജനങ്ങളും പാകിസ്ഥാനിലെ ജനങ്ങളും മരിച്ചു പോകുന്ന ഒരവസ്ഥ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യെസ്, എന്തായാലും പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ പഴയ നിലപാട് തന്നെ തുടരുകയാണ്. ഇന്ത്യക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. പാകിസ്ഥാനുമായി ഇനി ഒരു ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാവുകയാണെങ്കിൽ അത് POKയുടെ വിഷയത്തിൽ മാത്രമാണ്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ സിന്ധു നദീജല കരാറിന്മേൽ ഇനിയൊരു ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാവില്ലെന്ന കാര്യം വ്യക്തമാണ്. അതിന് പാകിസ്ഥാൻ എത്ര കത്തയച്ചാലും ചൈനയെ കൂട്ടുപിടിച്ച് എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും ആ ചർച്ചയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. അത്രയ്ക്കുണ്ട് പാകിസ്ഥാൻ പഹൽ ഭീകരാക്രമണത്തിലൂടെ ഇന്ത്യയെ വേദനിപ്പിച്ചതിനുള്ള ഒരു മറുപടി എന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്.